വിട്ട് എങ്ങനെ വീട്ടിൽ ബുദ്ധിമുട്ടായോ പഠിക്കാനൊക്കെ? ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. സാധാരണ നമ്മൾ ഇപ്പോൾ റെക്കോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ +2 കുട്ടികൾ ചെയ്യാനുണ്ടെങ്കിൽ തന്നെ വളരെ സൂക്ഷ്മമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വരയ്ക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ മുൻകൂട്ടി ഒരു അറിയിപ്പില്ലാണ്ട് ഇങ്ങനെ പെട്ടെന്നുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മുന്നറിയിപ്പില്ലാണ്ട് ഇങ്ങനെ ഓരോ ലീവ് പവർ കട്ട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വീട്ടിൽ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും സാധാരണക്കാരായ കുട്ടികളുടെ വീട്ടിലൊന്നും ഇങ്ങനെ ഇൻവെർട്ടർ സൗകര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ആയിരിക്കും ഒരുവിധം എല്ലാ വിദ്യാർത്ഥികളും ഇങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ദിവസത്തേക്ക് കറണ്ട് കട്ട്, ഒരു അരമണിക്കൂറത്തേക്ക് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഇടയ്ക്കിടെ കറണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. നമുക്ക് കോഴിക്കോട്ടുകാരുടെ ഒരു പ്രതികരണം തേടാം. ലൈക്ക് എന്താ പറയുക, ഇപ്പം വീട്ടിൽ എന്താ പറയുക ഏത് സമയത്തും കറണ്ട് പോകുന്നുണ്ട്. ലൈക്ക് 1 മണിക്കൂർ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനുള്ള സമയമാണ് അവിടെ പോകുന്നത്, കറണ്ട് പോകുന്നത് കൊണ്ട് തന്നെ. പക്ഷെ അത് എന്തെങ്കിലും കോസസ് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്നാൽ പോലും എന്താ പറയുക, ഈ നമ്മൾ രാത്രിയാണ് വീട്ടിലെത്തുക, ലൈക്ക് 5 മണിക്കൊക്കെ വീട്ടിലെത്തുക. ആ സമയത്ത് തന്നെ കറണ്ട് പോകുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഡിസ്റ്റർബൻസസും ഒക്കെ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ അതെന്തെങ്കിലും നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യത്തിനായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കറണ്ട് കട്ട് ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. കാരണം വെളിച്ചില്ലാഞ്ഞാൽ നമുക്ക് വളരെ പ്രയാസമാണല്ലോ. നമ്മളോട് പിന്നെ കറണ്ട് പവർ കുറവാണ് അല്ലെങ്കിൽ കറണ്ട് ഇതില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സാധാരണക്കാരന് ഇപ്പോൾ ഇതിനകത്ത് എന്ത് അനുഭവിക്കാനാ? ഓനെന്തത് അനുഭവിക്കാന്ന് പറഞ്ഞാൽ ഓനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് കേൾക്കാന്നല്ലാതെ ഓനും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഏത് സർക്കാർ വന്നാലും ജനങ്ങളുടെ ഇത്തരം സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണല്ലോ വേണ്ടത്. അതിനുള്ള വഴികൾ എന്താ വെച്ചാൽ ഗവൺമെൻറ് ആണ് ആ വഴികൾ ഉണ്ടാക്കി വെക്കേണ്ടത്. ഓലാണ് അത് കാണേണ്ടത്. നമ്മൾ സാധാരണക്കാരൻ എന്ത് ചെയ്യാനാ? ഓന് വെളിച്ചമില്ലാഞ്ഞാൽ ഓന് ഇരുട്ടിലായല്ലോ. അപ്പോൾ കയ്യുണ്ടവും വെളിച്ചത്തിലേക്കുള്ളതായ ഒരു സാഹചര്യം എങ്ങനെയാണ്, ഏത് വഴിക്കാണോ അത് ചെയ്യാൻ പറ്റാച്ചാൽ ആ വഴിയിലേക്ക് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കറണ്ട് പോയിട്ട് ഒരു ഇതില്ല, പവർ കട്ടൊന്നും ഇല്ലാത്തൊരു ഇതായിരുന്നല്ലോ. ഇപ്പം പവർ കട്ടൊക്കെ വന്നിട്ട് ക്ലാസ്സൊക്കെ ഉണ്ട്. കറണ്ട് പോയി ഭയങ്കര ടാസ്ക്കാണ്. അത് മാറണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ട്, മാറിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ പഠിക്കാനും അങ്ങനെ കറണ്ടും പഠിക്കാനും കാര്യങ്ങളൊക്കെ ടാസ്ക്കാണ്. അപ്പം അങ്ങനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കറണ്ട് പോകുന്ന ഈ ഒരു പവർ കട്ടിൻ്റെ പ്രശ്നം നല്ലതായിരുന്നു മാറിയാൽ. പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായില്ലേ? കുറച്ചൊക്കെ ആയിട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അരമണിക്കൂറൊക്കെ ആയിട്ടല്ലേ ഒന്ന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സീനുണ്ട്. മാറിയാലും ഒക്കെയാണ്. വെള്ളത്തിൻ്റെ കുഴപ്പമില്ല, മഴ പെയ്യാതെ കൊണ്ടല്ലേ. മഴ പെയ്യണമല്ലോ നല്ല കറണ്ട് കിട്ടും. ഇപ്പോൾ മുൻ ഗവൺമെൻറ് ഇതെല്ലാം ചാമ്പി പോയതല്ലേ. അതുകൊണ്ട് പിന്നെ കറണ്ട് ഇനിയിപ്പം പുറത്തുനിന്ന് എടുക്കാനാകില്ലല്ലോ. അതിന് ബുദ്ധിമുട്ട് തന്നെ ഉള്ളൂ. ഇന്നലെ ഒന്നും രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ലേ. ഒരു 9:30 8:30 പോയി. പിന്നെ കണ്ടെങ്കിൽ 11 മണിക്ക് പോയിട്ട് 3/4 മണിക്കൂർ 40-45 മിനിറ്റാണ് പോണത്. കറണ്ട് കട്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം തന്നെ. മഴ ആയാലും കട്ട്, വെയിലായാലും കട്ട്. ഇതുവരെ കട്ടില്ലേ, ഇനിയിപ്പോൾ കട്ട് തുടങ്ങി ഓരോ ഇതിൽ. കറണ്ടിൻ്റെ ഇത് അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ഷീണം തന്നെയാണല്ലോ. വ്യവസായത്തിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലോ. ബുദ്ധിമുട്ട് തന്നെയാണ് മുന്നോട്ട് പോകാമെന്നുള്ള കാര്യത്തിൽ. ഹോട്ടൽ മേഖലയാണെങ്കിലും എല്ലാം കൊണ്ടും തന്നെ ബുദ്ധിമുട്ടാണ്. കട്ട് പൊതുവെ ഗ്യാസിൻ്റെ വില കൂടുതൽ, കറണ്ട് കട്ട് ഇപ്പോൾ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇന്നലെ രാത്രി ഇന്ന് അതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. കറണ്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല, പിള്ളേർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. പിന്നെ നമ്മയ്ക്കാണെങ്കിൽ ഭക്ഷണം ഞാൻ പണിക്ക് കയ്യിൽ പോയി വന്നിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. അപ്പം പിന്നെ തീരെ ഒന്നും പറ്റുന്നില്ല, അകത്തറ തന്നെ. പിന്നെ വെറുതെ അന്നേരം സമയത്ത് വീട്ടിലിരിക്കും. അതന്നെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ശരി. കുറെ കാലമായിട്ട് കറണ്ട് ഒന്നും പോകാറില്ലല്ലോ. അല്ല, കുറേ കാലമായിട്ട് പോകില്ല. ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പം ഒരു അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ. പിന്നെ നമ്മൾ പകല് രാത്രി എപ്പോഴും പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതെ, നല്ല ബുദ്ധിമുട്ടായില്ലേ? നല്ല ബുദ്ധിമുട്ട്. പവർ കട്ട് എന്ന് പറഞ്ഞാൽ സംഗതി ബുദ്ധിമുട്ട് തന്നെയാണ്. എന്താ വെച്ചാൽ മുന്നേ 2 ദിവസം 10 വർഷം തീരെ പവർ കട്ട് ഇല്ലല്ലോ. ഇപ്പോൾ പവർ കട്ട് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു മുൻവിധി ഇല്ലാതെ പവർ കട്ട് വരുന്നത്. അതെന്താ വെച്ചാൽ നമ്മൾ ഓർക്കാതെ ഇതിൽ എന്നെ വിളിച്ചന്വേഷിക്കുമ്പോൾ പോലും പറയും കട്ടാണെന്ന് പറയുന്നത്. ഇന്ന ടൈം ഇന്ന ടൈം വരെ കട്ടുണ്ടെന്ന് മുൻകൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുസരിച്ച് നിൽക്കാം. ഇത് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇത് പോലും വെറുതെ കട്ടാക്കുക മുൻകൂട്ടി. അതിന് കാരണം എന്താ പറഞ്ഞത് എന്താ വെച്ചാൽ എന്നാലോ ഈ വൈദ്യുതിൻ്റെ ബില്ലും ഇതും കൂടുന്നുണ്ട്, എന്നാലോ സാധാരണക്കാരൻ ഈ പവർ കട്ട് ഉണ്ടാകുന്നത്. പിന്നെ കാരണം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കറിയില്ല. അതിന് ശക്തമായ നടപടി ഉണ്ടാവണം. എന്നാലും മാത്രമാണ് ഈ പൊതുജനങ്ങളിതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് പവർ കട്ട് കാരണം. പ്രത്യേകിച്ച് പോലും പറയുന്നത് വെച്ചാൽ മഴയില്ല, മൺസൂൺ ആണെന്നൊക്കെയാണ് അതിന് സാങ്കേതിക ഒരു കാരണം പറഞ്ഞത്. അങ്ങനെ മറ്റു സംസ്ഥാനത്തിനും ഇതുണ്ടാകട്ടെ. മറ്റു സംസ്ഥാനത്തൊന്നും ഈ പവർ കട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ മാത്രമാണ് മഴ കുറവുള്ളത്.
അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ശക്തമായൊരു ഇതുണ്ട്, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷണം നടത്തേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു സമയമാകുമ്പോൾ കറണ്ട് പോകും, പിന്നെ ഒരു കറക്റ്റ് സമയമാകുമ്പോൾ കറണ്ട് വരും. ഇതന്നെ. കറണ്ട് പോയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതിന് മുന്നേ പഠിക്കും. കറണ്ട് അതിന് മുന്നേ എപ്പോഴാ പോവാന്നൊക്കെ അറിയുന്നുണ്ടോ അതിന്? ഒരു 9-10 ആകുമ്പോൾ പോകും, പിന്നെ ഒരു 10 ആകുമ്പോൾ വരും. ഇപ്പൊ കറണ്ട് കട്ടൊക്കെ ആയില്ലേ, എങ്ങനെയുണ്ട് പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടായോ? പെട്ടെന്ന് കൊണ്ട് പോയിക്കാളും പ്രതീക്ഷിക്കൂല, കുളിക്കുമ്പോഴേക്കും പോവുക, അപ്പോൾ ബുദ്ധിമുട്ടാണ് സംഭവം.